കാട്ടാനകൾ ധാരാളമായി നാട്ടിലേക്ക് ഇറങ്ങുന്ന ഒരു സമയമാണിത് അല്ലേ? കേരളത്തിൽ സംസ്ഥാനത്ത് അങ്ങോളം ഇങ്ങോളം പല വാർത്തകളും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ആളുകളുടെ ആശങ്കകൾ, അവർ പേടിയോടെ ജീവിക്കുന്നത്. കാട്ടാനകൾ ഇങ്ങനെ സ്ഥിരമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. തിരിച്ചുവിടാൻ പല നടപടികൾ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ അടക്കം ചെയ്യുന്നുണ്ട്. പക്ഷെ പലപ്പോഴും പരാജയപ്പെടുന്നുണ്ട്. പക്ഷെ നമുക്ക് എത്രത്തോളം അവരുടെ ഭാഗത്തുനിന്നും ചിന്തിക്കണമല്ലോ. ഒക്കെ മനുഷ്യന്റെ ഒരു പ്രവൃത്തിയുടെ ഫലമായിട്ട് തന്നെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത്. പക്ഷെ മനുഷ്യരുടെ ജീവന് നമ്മൾ വില കൽപ്പിക്കേണ്ടതുണ്ട്. എന്തായാലും കാട്ടാനകളെ കാട്ടിലേക്ക് കയറ്റിയ റിപ്പോർട്ടിലേക്കാണ്. പാലക്കാട് മാങ്കുറിശ്ശിയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങിയ 3 കാട്ടാനകളെ കാട് കയറ്റി. പുലർച്ചെയോടെ മുണ്ടൂർ അയ്യൻമലയിലേക്കാണ് ആനകളെ കയറ്റിവിട്ടത്. എന്നാൽ ഇവ വീണ്ടും നാട്ടിലിറങ്ങുമെന്ന ഭീതിയിലാണ് ജനം. ഇന്നലെ പുലർച്ചെ മാങ്കുറിശ്ശിയിലെത്തിയ ആനകൾ മണിക്കൂറുകളോളം ഭീതി പടർത്തിയിരുന്നു. 2 കൊമ്പന്മാരും ഒരു പിടിയും നാടൊന്നാകെ വിറങ്ങലിച്ചു. പലരും വീടിന് പുറത്തിറങ്ങാനാകാതെ ഭീതിയിലായ നിമിഷങ്ങൾ. ആദ്യമായിട്ട് വന്ന നാടാടൻ ഇവിടെ കുരങ്ങും പന്നിയൊക്കെ നിറയുണ്ട്. പക്ഷെ ആന നാടാടാണ് വന്നത്. സ്വകാര്യ സ്ഥലത്തെ വൻമരങ്ങൾക്കിടയിൽ നിന്ന് കാട്ടാനകൾ പലവട്ടം പുറത്തിറങ്ങാൻ നോക്കി. അപ്പോഴെല്ലാം പരിഭ്രാന്തരായി ജനങ്ങൾ. ആള് കൂടിയാലുള്ള അപകടം കണക്കിലെടുത്ത് ഉച്ചഭാഷിണിയിലൂടെ പോലീസിന്റെ ജാഗ്രതാ നിർദ്ദേശം. നാട്ടുകാരെ എല്ലാവരും ആരാന്റെ വീട്ടിലിരുന്ന് പുറത്തേക്ക് ഇറങ്ങാതെ വീട്ടിലേക്ക് നിൽക്കാൻ വേണ്ടി അപേക്ഷിക്കുന്നു. പാലക്കാട് ഒറ്റപ്പാലം സംസ്ഥാന പാതയിൽ പലവട്ടം ഗതാഗതം നിയന്ത്രിക്കേണ്ടി വന്നു. പടക്കമറിഞ്ഞ് കാട്ടാനകളെ തുരത്താനായി വനം ജീവനക്കാർ നന്നേ പാടുപെട്ടു. ഇവിടെ നിന്നും 7 കിലോമീറ്റർ അകലെയുള്ള മുണ്ടൂർ വനമേഖലയിൽ നിന്നാണ് കാട്ടാനകൾ ഇറങ്ങിയത്. ക്യാമറാമാൻ പി ആർ രാജേഷിനൊപ്പം ബിനോയ് രാജൻ, മനോരമ ന്യൂസ്, പാലക്കാട്.